ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗര്യജ്ഞത്തിന്റെ 264 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ സതീഷ് MV തൃക്കരിപ്പൂരാണ്. നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്രീമതി സത്യഭാമ TP കണ്ണൂരാണ്. നമുക്ക് വേണ്ടി വായിക്കുന്നത് ശ്രീമതി കൽപ്പന വിശാഖപട്ടണത്തിൽ നിന്നാണ്. സൈറാം കൽപ്പന. സൈറാം. അപ്പൊ സത്യഭാമ സായി ഗായത്രി പറഞ്ഞ ശേഷം കൽപ്പന വീഡിയോ ഓൺ ചെയ്ത് വായിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. സൈറാം, സത്യഭാമ തുടങ്ങിക്കോളൂ. സൈറാം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സൈറാം. ഓം ശ്രീ സൈറാം. ഭഗവാന്റെ തൃപ്പാദ പത്മങ്ങളിൽ ശതകോടി പ്രണാമം. ഇന്ന് യജ്ഞത്തിൽ പങ്കെടുക്കുന്ന സായി വാണി വായിക്കുന്നതും സായി അനുഭവങ്ങൾ പങ്കിടുന്നതും ശ്രീമതി കൽപ്പന വിശാഖപട്ടണം ആണ്. ശ്രീമതി കൽപ്പന. സൈറാം. സൈറാം. 3 ഓങ്കാരവും 3 സായി ഗായത്രി ചൊല്ലിയതിന് ശേഷം നിങ്ങൾ വീഡിയോ ഓഡിയോ ഓൺ ആക്കിയിട്ട് സ്വാമിന്റെ അവതാരവാണി 10 മിനിറ്റ്, അതുപോലെ അനുഭവം 12 മിനിറ്റോളം സ്വയം പരിചയപ്പെടുത്തിയതിന് ശേഷം ചെയ്യാം. സൈറാം. സൈറാം. ഓ സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സൈറാം. ശ്രീമതി കൽപ്പന വീഡിയോ ഓഡിയോ ഓണാക്കി അവതാരവാണി വായിച്ചോളൂ. അതിനു മുന്നേ ഒന്ന് സ്വയം പരിചയപ്പെടുത്തണേ. സൈറാം. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ തൃപ്പാദ പത്മങ്ങളിൽ അനന്തകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സ്നേഹപൂർവ്വം സായിരാം. ഞാൻ കൽപ്പന, വിശാഖപട്ടണം മുക്കു നഗരം സമിതിയിലെ ഒരു അംഗമാണ്. നാട്ടിൽ കേരളത്തിൽ തൃശ്ശൂരാണ് എൻ്റെ വീട്, ഹസ്ബൻഡിന്റെ വീട് പാലക്കാട്. ഇവിടെ ഈ സമിതിയിൽ ബാലവികാസ്, അതുപോലെ ഭജൻ, കൾച്ചറൽ ആക്ടിവിറ്റീസ്, സർവീസ് ആക്ടിവിറ്റീസിലെല്ലാം പങ്കുകൊള്ളാറുണ്ട്. സ്വാമിയുടെ ആദർശം ജീവിതത്തിൽ ഒന്ന് പൊങ്ങിയിരിക്കും കേട്ടോ. മുഖം കട്ടായി പോണം. കുറച്ചൊന്ന് പൊങ്ങിയിരിക്കും. കുറച്ചും കൂടെ. സ്വാമിയുടെ ആദർശം ജീവിതത്തിൽ പകർത്തുക. എല്ലാവരെയും സ്നേഹിക്കൂ. ദാനശീലത്തിനും ഔദാര്യത്തിനും ഏറെ പ്രശസ്തമായ നാടാണ് ഭാരതം. പല രാഷ്ട്രങ്ങളും ധാരാളം അപകടങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഭാരതം ഇവകളിൽ നിന്നെല്ലാം മുക്തമായിരുന്നു. ഭാരതം കീർത്തികേട്ട ധാരാളം പതിവ്രതമാർക്ക് ജന്മം കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം, സാവിത്രി, മരണമടഞ്ഞ തന്റെ ഭർത്താവിനെ പുനർജീവിപ്പിച്ച സതീരത്നം, സീത, അഗ്നി പരീക്ഷയിൽ ജയിച്ച് ചാരിത്രം തെളിയിച്ച പതിവ്രത. ഇത്തരം ഉത്തമ പതിവ്രതമാർ ജീവിച്ചിരുന്ന ഏതെങ്കിലും സ്ഥലം ഈ ലോകത്ത് വേറെ കാണിച്ചു തരാമോ?
പക്ഷേ ഇന്ന് ഭാരതീയർ ചെറിയ വിഷമസന്ധികളിൽ പോലും പതറിപ്പോകുന്നു. അവരുടെ കാഴ്ചശക്തി, കേൾവിശക്തി, പെരുമാറ്റം എല്ലാം മലിനമായിരിക്കുന്നു. എന്ത് കഷ്ടം! ഭാരതീയർ ആ മാതിരി ദുരിതാവസ്ഥയിലായല്ലോ. ഗജവീരന് തന്റെ ശക്തിയെക്കുറിച്ച് അറിവില്ലാത്തതുപോലെ ഇന്ന് ഭാരതീയർ അവരുടെ ധന്യമായ സാംസ്കാരിക പാരമ്പര്യം മറന്നുപോയിരിക്കുന്നു. പ്രശ്നങ്ങൾക്ക് ഹേതു അനൈക്യം. ഗജവീരൻ അതീവ ശക്തിമാനാണ്. അവന്റെ വാലൊന്നിളക്കിയാൽ മതി ഒരു മനുഷ്യനെ ദൂരത്തേക്ക് എറിയാൻ സാധിക്കും. പക്ഷേ അവന് തന്റെ ശക്തിയെക്കുറിച്ച് അറിയാൻ വയ്യാത്തതുകൊണ്ട് ആനക്കാരന്റെ ആജ്ഞാനുവർത്തിയായി കഴിയുന്നു. ഭാരതീയരുടെ ഇന്നത്തെ അവസ്ഥ ഇതുപോലെയാണ്. പാപ്പാന്റെ ആജ്ഞകൾക്ക് ആന വിധേയനാകുന്നത് പോലെ പരിശുദ്ധവും പവിത്രവുമായ ഹൃദയത്തിന്റെ അമിത ശക്തി ഉണ്ടെങ്കിലും ഭാരതീയർ മറ്റുള്ളവരുടെ ആജ്ഞകൾ അനുസരിക്കുകയും അടിമകളെ പോലെ പെരുമാറുകയും ചെയ്യുന്നു. ഈ ലോകത്തിൽ ഒരുത്തർക്കും ഭാരതീയരെ കീഴടക്കാൻ സത്യത്തിൽ സാധ്യമല്ല. സത്യം, ധർമ്മം, ശാന്തി, പ്രേമം, അഹിംസ എന്നിവ ഭാരതീയരുടെ ജന്മനായുള്ള സ്വഭാവ ഗുണങ്ങളാണ്. ഭാരതീയർക്ക് മഹാധനമായ സത്യവും ധർമ്മവും പൈതൃകമാണ്. വേദങ്ങൾ പഠിപ്പിക്കുന്നു, സത്യം വദ ധർമ്മം ചര. സത്യം പറയൂ, ധർമ്മം ആചരിക്കൂ. പക്ഷെ ഈ മഹാതത്വം ഇന്നത്തെ ആളുകൾ വികൃതമാക്കി സത്യം വധ ധർമ്മം ചര എന്നാക്കിയിരിക്കുന്നു. സത്യത്തെ വധിക്കുക, ധർമ്മത്തെ തടവിലിടുക. എന്താണ് മനുഷ്യന് ആവശ്യം വേണ്ട ഗുണങ്ങൾ? പ്രഥമവും പ്രധാനവുമായി സത്യം എന്ന ഗുണം. സത്യാനാസ്തി പരോധർമ്മ. സത്യസന്ധതയേക്കാൾ മഹത്തായ ധർമ്മമില്ല. ധർമ്മം സത്യത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്നു. സത്യവും ധർമ്മവും ഉള്ളിടത്ത് ശാന്തിയും സ്നേഹവും പ്രത്യക്ഷമായി കാണാം. ശാന്തി ഉള്ളിടത്ത് പ്രേമം സ്വമേധയാ വന്നു ചേരുന്നു. അസൂയയും വിദ്വേഷവും ഇവിടെ കാണുകയില്ല. എവിടെ ഐക്യമുണ്ടോ അവിടെ പരിശുദ്ധിയുണ്ട്. എവിടെ പരിശുദ്ധിയുണ്ടോ അവിടെ ദിവ്യത്വമുണ്ട്. അതായത് ഐക്യം കൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിത ലക്ഷ്യമായ ദിവ്യത്വം നേടുന്നത്. ആത്മവിശ്വാസം പുഷ്ടിപ്പെടുത്തുക. ഇന്ന് ശാസ്ത്രജ്ഞർ പല കണ്ടുപിടുത്തങ്ങളും നടത്തുന്നു. ആകാശത്ത് പറക്കാൻ 2 നില വിമാനങ്ങൾ വരെ അവർ ഉണ്ടാക്കിയിരിക്കുന്നു. പക്ഷേ എത്ര ആളുകളാണ് അപകടങ്ങളിൽ മരണമടയുന്നത്? പണ്ടുകാലത്ത് ജീവിതം ഇത്രമാത്രം അപകടം നിറഞ്ഞതായിരുന്നില്ല. ഇന്ന് മനുഷ്യൻ ഭയചകിതനാണ്. പക്ഷെ എവിടെ നിന്നാണ് ഈ ഭയം വരുന്നത്? ശരിയായ കാരണം മനുഷ്യന് ആത്മാവിൽ വിശ്വാസമില്ലാത്തതാണ്. ന്യായം ആത്മബലഹീനേന ലഭ്യ. ദുർബല ചിത്തനായ ഒരു വ്യക്തിക്ക് ആത്മാവിനെ തിരിച്ചറിയാനുള്ള കഴിവില്ല. വാസ്തവത്തിൽ ജീവിതമാകുന്ന കെട്ടിടത്തിന്റെ അടിത്തറ ആത്മവിശ്വാസമാണ്. ആത്മസംതൃപ്തി ആ കെട്ടിടത്തിന്റെ ഭിത്തികളും ആത്മത്യാഗം അതിന്റെ മേൽക്കൂരയുമാണ്. അടിത്തറയ്ക്ക് ബലം ഉണ്ടെങ്കിൽ ചുമരുകളും മേൽക്കൂരകളും ബലമുള്ളതും സുരക്ഷിതവുമായിരിക്കും. ഭാരതം മനുഷ്യത്വത്തിന്റെ നാടാണ്. അതുകൊണ്ടാണ് ഈ രാഷ്ട്രം ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ സംഭവിക്കുന്ന നാനാവിധ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും സുരക്ഷിതമായിരിക്കുന്നത്. താരതമ്യേന ഭാരതീയർ സന്തുഷ്ടവും സമാധാനവുപരമായ ജീവിതമാണ് നയിക്കുന്നത്. ലോകത്തിലെ മറ്റു പല ഭാഗങ്ങളിലും സമാധാനവും ശാന്തിയും ഭഞ്ജിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇന്ന് എല്ലായിടത്തും മലിനീകരണം പരക്കെ വ്യാപിച്ചിരിക്കുന്നു. ആഹാര സാധനങ്ങൾ, ജലം, വായു എല്ലാം ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ദുരുപയോഗം കാരണം മലിനമാക്കപ്പെട്ടിരിക്കുന്നു. ഒരു വലിയ അളവ് വരെ ഇന്ത്യ ഇപ്പോഴും ഈ സർവ്വവ്യാപ്തമായ മലിനീകരണത്തിൽ നിന്നും സുരക്ഷിതയാണ്. അതുകൊണ്ട് ശാസ്ത്രത്തിനെ യുക്തിഹീനമായി ഉപയോഗിക്കാതിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നേരെ മറിച്ച് നമ്മൾ മനുഷ്യത്വത്തെ പ്രോത്സാഹിപ്പിക്കണം. അത് നമുക്ക് വലിയ ശക്തി പകരും. ആരെങ്കിലും എവിടെയാണ് ദൈവം എന്ന് ചോദിക്കുകയാണെങ്കിൽ ലളിതമായ ഉത്തരം മനുഷ്യൻ തന്നെ സത്യത്തിൽ ദൈവമാണ്. വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നു, ചന്ദ്രമാ മനസ്സോ ജാതഃ ചക്ഷോ സൂര്യോ അജായത. പരമാത്മാവിന്റെ മനസ്സിൽ നിന്ന് ചന്ദ്രനും കണ്ണുകളിൽ നിന്ന് സൂര്യനും ഉദ്ഭവിച്ചു. നമ്മുടെ ആത്മാവാണ് നമ്മുടെ ബലം. അതിലും ഉപരിയായി ഒരു ബലവുമില്ല. ആത്മവിദ്യ മഹാവിദ്യ. ആത്മാവിനെ കുറിച്ച് അറിവ് പകരുന്ന വിദ്യാഭ്യാസമാണ് മനുഷ്യൻ നേടേണ്ടത്. ആധുനിക വിദ്യാഭ്യാസം യുക്തിവാദത്തിലേക്ക് മാത്രമേ നയിക്കുന്നുള്ളൂ, സമ്പൂർണ്ണ ജ്ഞാനത്തിലേക്കില്ല. നമ്മുടെ കോളേജുകളിലും നമ്മൾ കുട്ടികളുടെ ആഗ്രഹങ്ങൾക്ക് ഒരു പരിധി വച്ചിട്ടുണ്ട്. അവർക്ക് ഉചിതമായ ശിക്ഷണവും കൊടുക്കുന്നുണ്ട്. നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികളെ നോക്കുക, അവർക്ക് ആരോടും വിദ്വേഷത്തിന്റെ കണിക പോലുമില്ല. അവരെല്ലാവരും സ്നേഹത്തോടെ എന്റെ ചുറ്റും കൂടുന്നു. സ്വാമി 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 എന്ന് വിളിച്ചുകൊണ്ട് എന്നോട് യാത്ര പറയുമ്പോൾ അവർ കണ്ണുനീർ തൂകുന്നു. മറ്റു കോളേജുകൾ കാണുമ്പോൾ അവയെ നിങ്ങൾക്ക് കോളേജുകളാണെന്ന് പറയാൻ സാധിക്കുമോ? അവിടുത്തെ വിദ്യാർത്ഥികൾ സ്വന്തം മാതാപിതാക്കളോട് പോലും ബഹുമാനം കാണിക്കുന്നില്ല. മാതാപിതാക്കളെ പവിത്ര സ്വരൂപരായി കരുതണം. മാതൃദേവോ ഭവ പിതൃദേവോ ഭവ. മാതാവിനെയും പിതാവിനെയും ഈശ്വരനെ പോലെ കരുതുക എന്നാണ് വേദങ്ങൾ അനുശാസിക്കുന്നത്. യദ്ഭാവം തദ്ഭവതി. വികാരങ്ങൾ പോലെയാണ് ഫലം. നമ്മുടെ വികാരങ്ങൾ ഏത് രീതിയിലാണ് ആ രീതിയിലുള്ള ഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. എല്ലാവരിലും ഒരേ ആത്മാവിനെ കാണുക. എല്ലാം മനുഷ്യരും ആത്മസ്വരൂപരാണ്. ശാരീരിക രൂപങ്ങളും നാമങ്ങളും വ്യത്യസ്തങ്ങളായേക്കാം, പക്ഷേ എല്ലാവരിലും ഒരേ ആത്മാവാണ് കുടികൊള്ളുന്നത്. ഏകാത്മ സർവഭൂതാന്തരാത്മ. ഒരേയൊരു ആത്മാവാണ് എല്ലാ ജീവികളുടെ ഉള്ളിലും വസിക്കുന്നത്.
വളരെ ചെറുപ്പം മുതലേ ഈ അദ്വൈത ഭാവം കുഞ്ഞുങ്ങളിൽ പുഷ്ടിപ്പെടുത്തണം. മനുഷ്യരാശിയുടെ സമത്വ തത്വം വിദ്യാർത്ഥികളിൽ കുട്ടിക്കാലം മുതലേ നട്ടുവളർത്തണം. ആത്മാവ് ഒന്നാണ്. ശരീരം, മനസ്സ്, ബുദ്ധി, ചിത്തം എന്നിവ വ്യത്യസ്തങ്ങളാണെങ്കിലും ഈ വസ്തുത അന്തർനേത്രം കൊണ്ട് ദർശിക്കുക. ജപം കൊണ്ടും തപസ് കൊണ്ടും യോഗം കൊണ്ടും യജ്ഞം കൊണ്ടും ഒന്നും പരമശാന്തി ലഭ്യമല്ല. ആളുകൾ എല്ലായിടത്തും പീസ് തിരയുന്നു, PEACE. പക്ഷേ ഒരിടത്തും അവർ അത് കണ്ടുമുട്ടുന്നില്ല. അവർ പീസ്, PIECE മാത്രമാണ് വെളിയിൽ കാണുന്നത്. ശാന്തി വേണമെങ്കിൽ നിങ്ങൾ ഉള്ളിലേക്ക് നോക്കണം. അവിടെയേ നിങ്ങൾക്ക് ശാന്തി കാണാനാവൂ. എല്ലാവരുടെയും ഉള്ളിൽ ശാന്തിയുണ്ട്. അന്തർനേത്രം വികസിപ്പിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ശരിയായ മനുഷ്യനാകുന്നുള്ളൂ. സ്നേഹം ഈശ്വരനാണ്. സ്നേഹത്തിൽ ജീവിക്കുക. അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഈ പുണ്യദിനത്തിൽ ഞാൻ നിങ്ങളോട് സ്നേഹം പുഷ്ടിപ്പെടുത്താൻ ഉപദേശിക്കുന്നു. ലോക ഐക്യം ആസന്നം. അടുത്തു തന്നെ ലോകം മുഴുവൻ കൂട്ടുചേരും. ഭാരതത്തിന് വലിയ പേരും പെരുമയും സിദ്ധിക്കും. ഇന്നേക്ക് 28 വർഷം കഴിയുമ്പോൾ ഈ ലോകം മുഴുവൻ ഒന്നാകും. എല്ലാവർക്കും സ്വയം ഭാരതീയനാണെന്ന് പറയുന്നതിൽ അഭിമാനവും ഉണ്ടാകും. ഒരുത്തരും അങ്ങനെ പറയുകയില്ല, ഞാൻ കർണാടകക്കാരനാണ്, ഞാൻ തമിഴ്നാട്ടുകാരനാണ്, ഞാൻ കേരളീയനാണ് എന്നൊന്നും. എവിടെ ചെന്നാലും നിങ്ങൾ പറയണം, ഞാൻ ഭാരതീയനാണ്. കർണാടകവും മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഭാരതത്തിന്റെ ഭാഗങ്ങൾ. ഭാരതമില്ലെങ്കിൽ തമിഴ്നാടോ കർണാടകമോ എങ്ങനെയുണ്ടാകും? സ്നേഹത്തേക്കാൾ മഹത്തല്ല ഒരു ശക്തിയും ധൈര്യവും വീര്യവും. സീത ലങ്കയിൽ തടവിൽ പാർക്കുമ്പോൾ രാമനോടുള്ള സ്നേഹമായിരുന്നു സീതയുടെ ഒരേ ഒരു ബലം. രാക്ഷസികൾ സീതയുടെ ചുറ്റും വാളുകളുമായി കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സീതയ്ക്ക് യാതൊരു സംഭ്രമവുമില്ലായിരുന്നു. എന്തെന്നാൽ സീത എപ്പോഴും രാമ രാമ എന്ന് ജപിച്ചുകൊണ്ടാണ് ഇരുന്നത്. തുടർച്ചയായ രാമനാമ ജപം കൊണ്ട് സീതയ്ക്ക് രാമന്റെ സ്നേഹമാകുന്ന ബലമുണ്ടായിരുന്നു. അതിനാൽ 10 മാസം സീത അവിടെ താമസിച്ചിട്ടും ആർക്കും സീതയെ ഒന്ന് തൊടാൻ പോലും സാധിച്ചിട്ടില്ല. അപ്രകാരമുള്ള അചഞ്ചല പ്രേമം നിങ്ങൾക്ക് സർവവും നൽകുന്നു. അതുകൊണ്ട് നിങ്ങൾ അപ്രകാരമുള്ള അചഞ്ചല സ്നേഹം പുഷ്ടിപ്പെടുത്തണം. അതാണ് നമ്മൾ ലോകത്തിൽ ഇപ്പോൾ പ്രചരിപ്പിക്കേണ്ടത്. എല്ലാവരും ശാന്തിയും സന്തോഷവും നേടണം. ഇത് ആയിരിക്കണം നമ്മുടെ ഒരേ ഒരു ആഗ്രഹം. ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. എനിക്ക് ആരോടും ഒരു വിരോധവുമില്ല. ചിലപ്പോൾ ചില ആളുകളുടെ തെറ്റ് തിരുത്താനായി ഞാൻ ശക്തമായ ഭാഷ ഉപയോഗിച്ചെന്ന് വരാം. പക്ഷേ എന്റെ മനസ്സിൽ ആരോടും ഒരു വിരോധവുമില്ല. സ്വാമിയുടെ മാതൃക അനുസരിച്ച് ജീവിക്കുകയും എല്ലാവരെയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതം അനുഗ്രഹീതവും പവിത്രവുമാകും. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എല്ലാവരും സന്തുഷ്ടരാകും. എല്ലാവരും സ്നേഹസ്വരൂപരായി തീരണം. ലോകമംഗളത്തിനായി പ്രാർത്ഥിക്കുക. സമസ്ത ലോകാ സുഖിനോ ഭവന്തു. ലോകത്തുള്ള സർവ്വജീവികളും സന്തോഷഭരിതരാകട്ടെ. ഭഗവാൻ ഈ പ്രഭാഷണം 2008 നവംബർ 22 സായി കുൽവന്ത് ഹാളിൽ ശ്രീ സത്യസായി സർവകലാശാലയുടെ 27ാമത് ബിരുദദാന സമ്മേളനത്തിൽ തന്നതാണ്. ജയ് സായി. സൈരാം. അനുഭവം നന്നായി വായിച്ചു. ഇനി അനുഭവം പറഞ്ഞോളൂ സൈരാം. സായിരാം. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വിശാഖപട്ടണത്തേക്ക് വരുന്നത്. വിവാഹത്തിന് മുമ്പ് എനിക്ക് സ്വാമിയെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. സ്വാമിയുടെ പേര് പോലും കേട്ടിട്ടില്ല. വിശാഖപട്ടണത്ത് എത്തി പിറ്റേ ദിവസമായിരുന്നു ഞങ്ങളുടെ മാരേജ് റിസപ്ഷൻ. അന്ന് ഹസ്ബൻഡ് ഒരാളെ ചൂണ്ടിക്കാട്ടി പരിചയപ്പെടുത്തി തന്നു. ഇയാൾ എൻ്റെ ഫ്രണ്ടാണ്, ഇയാള് സത്യസായി ബാബയുടെ ഭക്തനാണ്, സർവീസ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമെന്ന്. അന്ന് ആദ്യമായിട്ടാണ് ഞാൻ സ്വാമിയുടെ പേര് തന്നെ കേൾക്കണത്. സത്യത്തിൽ ഒരു പരിചയമില്ലാത്ത ആളെന്നെ ഭഗവാനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോ അത്ര ശ്രദ്ധ കൊടുത്തില്ല പറഞ്ഞതിന്. എനിക്കറിയില്ല, ഭഗവാനാണ് എന്ന് പറഞ്ഞാലും കേട്ടിട്ട് പോലും ഇല്ല. അങ്ങനെ കുറേശ്ശെയായി ഭഗവാനെ കുറിച്ച് കേൾക്കാൻ ഇടവന്നു ആ സുഹൃത്ത് വഴി. ഹസ്ബൻഡ് സർവീസ് ആക്ടിവിറ്റീസും ബാലവികാസവും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. വളരെ ഇഷ്ടമാണ്, ഇഷ്ടക്കേടില്ല. പക്ഷെ എനിക്ക് അത് രണ്ടും ഇല്ല. അങ്ങനെയായിരുന്നു. അങ്ങനെ ഇരിക്കെ ആ സുഹൃത്ത് പറഞ്ഞു, പുട്ടപർത്തിയിലേക്ക് ഭർത്തി യാത്ര പോകുന്നുണ്ട്, എല്ലാവരും ഒരുപാട് പേര് പോകുന്നുണ്ട്, കുടുംബാംഗങ്ങൾ പോകുന്നുണ്ട്, അപ്പൊ നിങ്ങളും വന്ന സ്വാമിയുടെ ദർശനം ചെയ്യാം, സ്വാമിനെ കുറിച്ച് അറിയുകയും ചെയ്യാലോ എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോ എനിക്ക് സമ്മതം ഉണ്ടായിരുന്നില്ല പുട്ടപർത്തി പോവാൻ. എന്തെങ്കിലും ആവട്ടെ പോവാന്ന് വിചാരിച്ച് പുറപ്പെട്ടു. പുട്ടപർത്തി പോയപ്പോ അത്
1999 സെപ്റ്റംബർ മാസത്തിലാണ് പുട്ടപർത്തി പോയത്. അവിടെ ചെന്നപ്പോ പാദപൂജ ഗംഭീരമായിട്ട് നടക്കണു. അതേസമയം ശ്രീരാമ പ്രതിഷ്ഠയും കൂടെ നടക്കുന്ന സമയമായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഭീര ഉത്സവം. കുൽബന്ത് ഹാൾ മുഴുവൻ ഡെക്കറേറ്റ് ചെയ്ത് ലൈറ്റിങ്ങും ഒക്കെ വെച്ച് കൾച്ചറൽ പ്രോഗ്രാംസും ഉണ്ടായിരുന്നു. അതും കണ്ടു. ലാസ്റ്റ് ദർശനം പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ സ്വാമി എല്ലാവരുടെ അടുത്തും വന്ന് ലേഡീസിന്റെ ബാക്ക് സൈഡ് കൂടിയും കൂടെ നടന്നു വന്ന് എല്ലാവരിലും അക്ഷന്തലിട്ട് അനുഗ്രഹിക്കുകയും ചെയ്തു. അത് കണ്ടപ്പോ ഭഗവാൻ ആവോണ്ടാണോ ഇത്രയും ജനങ്ങൾ വന്ന് ദർശനം ചെയ്യണേ എന്നുള്ള ഒരു സംശയം വന്നത്. എന്നാലും എന്റെ മനസ്സിൽ വീണ്ടും ക്വസ്റ്റ്യൻ മാർക്കാണ്. ഭഗവാനാണെങ്കിൽ എനിക്ക് അതിന്റെ അനുഭവം തന്നാലേ ഞാൻ ഭഗവാനാണെന്ന് വിശ്വസിക്കുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞാനും എത്തി. അങ്ങനെ തിരിച്ച് ട്രെയിനിൽ വരണ സമയത്ത് ഈ ഫ്രണ്ട് എന്നോട് ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, പുട്ടപർത്തി പോണേന്റെ 2 ദിവസം മുമ്പ് നിങ്ങൾ സ്വാമിനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞില്ലേ, സ്വാമി പാദനമസ്കാരം തന്നില്ലേ, പിന്നെ ഇന്ന് പുട്ടപർത്തിയിൽ നടന്ന ഈ ഉത്സവത്തിനെ കുറിച്ചല്ലേ നിങ്ങൾ പറഞ്ഞത് സ്വപ്നത്തിൽ സ്വാമി വന്ന് പറഞ്ഞു എന്നുള്ളത്. ഞാൻ ആ 2 ദിവസം മുന്നേ എന്റെ പിറന്നാളായിരുന്നു. അന്ന് സ്വാമി ആദ്യമായിട്ട് എനിക്ക് സ്വപ്ന ദർശനം തരികയും ചെയ്തു, പാദനമസ്കാരം തന്നു. അവിടെ പാദകോത്സവവും ശ്രീരാമ പ്രതിഷ്ഠയും ഇതിനെ കുറിച്ച് എല്ലാം സ്വാമി നല്ലൊരു പിക്ചർ തന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞ് ഞാൻ ആ കാര്യം മറന്നുപോയി. അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ആയത്. അപ്പൊ ഇതിൽ എന്തോ ഉണ്ട് എന്നുള്ളത് ഒരു ആലോചന വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഈ ഫ്രണ്ട് പറഞ്ഞു, എന്നാൽ നിങ്ങളെ മകളെ പുട്ടപർത്തി ജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഹായ്, അത് മാത്രം പറയണ്ട, ഒരേ ഒരു മോളെ വിട്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങളും പറഞ്ഞു. പക്ഷെ ഒരു ദിവസം മോള് ഉറക്കത്തുനിന്ന് രാവിലെ എണീറ്റ് വന്ന് പറയണത്, അമ്മ ഇന്ന് സ്വാമി സ്വപ്നത്തിൽ വന്നു, എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ചൈൽഡ്ഹുഡ് കുട്ടിക്കാലത്തെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങള് തിരിച്ചു ചോദിച്ചു, മോളെ ആൻസർ പറഞ്ഞു. എന്തായിരുന്നു? മോള് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞു, മൂൽ ശങ്കർ എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു അമ്മയെന്ന്. അപ്പൊ തൊട്ട് ഞങ്ങളുടെ മനസ്സിൽ ആലോചന വരാൻ തുടങ്ങി, എന്തുകൊണ്ട് സ്വാമി ഇങ്ങനെ ഒരു ഇന്റർവ്യൂ തന്നു, പുട്ടപർത്തിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണോ സ്വാമി ഇത് ഇൻഡിക്കേറ്റ് ചെയ്യണത് എന്നുള്ള ഒരു ആലോചന വന്നു. ശരി, എന്തെങ്കിലും ആവട്ടെ, ആപ്ലിക്കേഷൻ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു ആപ്ലിക്കേഷൻ അയച്ചു. ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്തു. അഡ്മിറ്റ് കാർഡ് വന്നു. എക്സാമിന് പുട്ടപർത്തി പോയി എക്സാം എഴുതി. എന്തായാലും സീറ്റ് കിട്ടില്ല എന്നുള്ള ഫുൾ കോൺഫിഡൻസില് നാട്ടിലേക്കും പോയി. നാട്ടിലെത്തിയതും അന്ന് ഏത് ദിവസമാണോ റിസൾട്ട് വരണത് ആ ദിവസം സ്വാമി മെസ്സേജ് തന്നു, നിങ്ങൾക്ക് സീറ്റ് ഉണ്ട്. ആ മെസ്സേജ് വന്ന് തന്നത് സ്വാമി ഒരു വീൽ ചെയറിൽ വന്നിട്ടായിരുന്നു. അപ്പൊ ഞാനത് വീട്ടിൽ മുന്നേ പറഞ്ഞു, സീറ്റ് വന്നിട്ടുണ്ട്, സ്വാമി ഇങ്ങനെ വീൽ ചെയറിലും കൂടിയിട്ടാണ് വന്നത്. അപ്പൊ എല്ലാവരും പറഞ്ഞു, വേണ്ടാത്തതേ കാണുള്ളൂ, വീൽ ചെയറിൽ വരുന്നത് എന്തിനാണ്, നേരെ നടന്നു വരുന്നത് കണ്ടുകൂടെ വന്നു. പക്ഷെ പിന്നീടാണ് കുറെ നാൾ കഴിഞ്ഞപ്പോൾ സ്വാമി വീൽ ചെയറിൽ വരാൻ തുടങ്ങിയത്. അങ്ങനെ കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് ബാംഗ്ലൂർ വഴി പുട്ടപർത്തിയിലെത്തി. മോളെ ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചു. പ്രിൻസിപ്പൽ മാമിന്റെ അടുത്ത് പോയി. അവിടെ മോളേനെ വിട്ടു നിൽക്കേണ്ട ഒരു വിഷമം കാരണം പോയി നോക്കിയിട്ട് വരാം, ജോയിൻ ഒന്നും ചെയ്യണില്ല എന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് മാം ചോദിച്ചു, എത്രയാ നമ്പർ? അപ്പൊ 300 കുട്ടികളിൽ 30 പെൺകുട്ടികളെയാണ് സെലക്ട് ചെയ്തത്. അപ്പൊ 26 കുട്ടികളെ ലിസ്റ്റ് റെഡിയാക്കിയിട്ട് ബാംഗ്ലൂർ പോയി സ്വാമിനെ കാണിച്ചു. സ്വാമി ഓക്കെ പറഞ്ഞു. ബാക്കി 27, 28, 29 ആ 3 നമ്പർ സ്വാമി ടിക്ക് വെച്ചു കൊടുത്തു. വീണ്ടും സ്വാമി പോയി പിന്നാക്കം വന്ന് ഈ 30ാമത്തെ നമ്പർ എന്റെ മോളുടെ പേര് പറഞ്ഞ് ആ നമ്പർ സെലക്ട് ചെയ്ത് സ്വാമി പേരെടുത്ത് പറഞ്ഞു ആ കുട്ടീനെ സെലക്ട് ചെയ്യാൻ. അപ്പൊ പ്രിൻസിപ്പൽ മാം പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾക്ക് ഒരു മോളേ ഉള്ളൂ, വിട്ടിരിക്കാനുള്ള വിഷമം കൊണ്ടാണ് ഇത് പറയേണ്ടത്, പക്ഷേ സ്വാമി വിളിച്ചു തന്ന സീറ്റാണ്, നിങ്ങൾ യാതൊരു കാരണവശാലും ഇത് ഉപേക്ഷിക്കരുത്. അത് കേട്ടപ്പോ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു സംശയമായി. പിന്നെ അതുമല്ല, മാം ഒന്നും കൂടെ ഊന്നി പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുപോയിക്കോളൂ, പിന്നെ നിങ്ങൾ കാരണം മോളുടെ ഈ ഭാഗ്യം ഇല്ലാതാക്കരുത് എന്ന് പറഞ്ഞു. എന്തെങ്കിലും ആവട്ടെ, പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ പോയി ജോയിൻ ചെയ്തു. വീട്ടിലെത്തിയപ്പോ ഞങ്ങൾ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാന്ന് വിചാരിച്ചു. ഇൻക്ലോസിന് അത് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അവർ പറഞ്ഞു പിറ്റേ ദിവസം തന്നെ വണ്ടി കയറി മോളെനെ കൊണ്ടുവന്നോളാൻ പറഞ്ഞു. റെഡിയായി പിറ്റേ ദിവസം പോകാൻ. പക്ഷേ വീണ്ടും സ്വാമി മെസ്സേജ് തന്നു, കൊണ്ടുവരണ്ട, 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ അവിടെ പഠിക്കട്ടെ എന്ന് പറഞ്ഞു. മാത്രമല്ല എനിക്കും ഹസ്ബൻഡിന്റെ ഫാദറിനും ദർശന സ്പർശന സംഭാഷണ ഭാഗ്യം തന്നു. അതോടുകൂടെ ഞങ്ങളുടെ മനസ്സ് തന്നെ മാറ്റിമറിച്ചു. എല്ലാവരും സ്വാമിയിലേക്ക് ഒന്നും കൂടെ അടുക്കുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് പലതവണ സ്വാമിയുടെ ദർശനത്തിനായിട്ട് പോവായിരുന്നു. ഒരിക്കൽ മോൾക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്വാമി സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു,
ഡയറി എഴുതാൻ. എന്തൊക്കെ അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത് അത് ഡയറിയിൽ എഴുതാൻ പറഞ്ഞു. മോളേനെ 10ാം ക്ലാസ് വരെയാണല്ലോ പഠിപ്പിക്കാൻ പറഞ്ഞത്. അപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. സ്വാമിയുടെ അടുത്ത് പോയി. അപ്പൊ സ്വാമി ഈ ഡയറി സ്പെഷ്യലായിട്ട് ചോദിച്ചു, എവിടെ ഡയറി എന്ന് ചോദിച്ചു. അത് തൊട്ട് സ്വാമി ബ്ലസ് ചെയ്തു. സ്വാമിയുടെ കൂടെ മോൾക്ക് അങ്ങനെ ഒരു ഇന്റർവ്യൂ കിട്ടി. ഒരു അന്ന് എടുത്ത ഒരു ഫോട്ടോ ഇന്നും ഞങ്ങൾ ഒരു നിധിയായിട്ട് സൂക്ഷിച്ചു വെക്കണം. അതുപോലെ സ്വാമിയുടെ ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് പോകുന്നതിന് ശേഷം ഒരു ദിവസം സ്വാമിയുടെ ദർശനം ചെയ്യാമെന്ന മനസ്സിൽ എല്ലാവർക്കും ഒരു ആഗ്രഹം. സ്വാമിയോട് ചോദിച്ചു എന്താ വേണ്ടത് സ്വാമി പറഞ്ഞപ്പോൾ സ്വാമി വന്നോളാനുള്ള മെസ്സേജ് തന്നു. പുട്ടപർത്തി പോയി. പുട്ടപർത്തി പോയപ്പോ സ്വാമി കുറച്ച് ഗ്യാപ്പിലാണ് ദർശനം തരണത്, എന്നും വരണില്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഫാമിലിയും മോനും പിന്നെ ബ്രദർ ഇൻ ലോന്റെ ഫാമിലിയും കൂടിയിട്ടാണ് പോയത്. അപ്പൊ ആ ദർശനം സ്വാമി കുൽവന്ത് ഹാളിൽ തന്ന ലാസ്റ്റ് ദർശനമായിരുന്നു. ആ ദർശനം കാണാൻ വേണ്ടിയിട്ടായിരുന്നു സ്വാമി ഞങ്ങളെ വിളിച്ചത്. ആ ദർശനം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കാണ് മെസ്സേജ് ടിവിയിൽ ന്യൂസ് കാണിക്കണത്. സ്വാമി ഇങ്ങനെ അഡ്മിറ്റായി, അസുഖം വന്നിട്ട് വയ്യാതെ അഡ്മിറ്റായി എന്നുള്ള മെസ്സേജാണ് പറയുന്നത്. പിന്നെ എനിക്ക് ഒരു ഐ ഹെമറേജ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇടത്തെ കണ്ണിന്റെ കാഴ്ച കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മേജർ സർജറിയാണ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സർജറിക്ക് ഡേറ്റ് തന്നു, ഫിക്സ് ചെയ്തു. പക്ഷെ കൺഫർമേഷൻ ഒന്നും പറഞ്ഞില്ല, കാഴ്ച തിരിച്ചു കിട്ടും എന്നുള്ള ഒരു ഷുവർട്ടിയും തന്നില്ല ഡോക്ടർ. ചെയ്തു നോക്കാൻ കിട്ടി, ഇല്ലെങ്കിലും പറയാനും വയ്യ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഡേറ്റ് ഫിക്സ് ചെയ്ത ദിവസം മന്ദിരത്തിൽ ചെന്ന് സ്വാമിയോട് പറഞ്ഞു, സ്വാമി ഇന്നത്തെ ദിവസം എൻ്റെ കൂടെ വരണം, എനിക്ക് വേറെ ആരും തുണയില്ല, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറാൻ വേറെ ആരെങ്കിലും സമ്മതിക്കില്ല, സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കണം, സ്വാമി എൻ്റെ കൂടെ തന്നെ വരണം എന്ന് ഞാൻ ഷഠിച്ചു പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തി. എൻ്റെ കേസ് ഫയലും എൻ്റെ കൈയും പിടിച്ച് ഒരു മോൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. കേസ് ഫയല് കൊടുത്തു. കൈ പിടിച്ച് കൊണ്ടുപോയത് വേറെ ഒന്നല്ല, എൻ്റെ കണ്ണില് ഡ്രോപ്സ് ഇട്ട കാരണം എനിക്ക് ബ്ലർ ആയിട്ടുണ്ടായിരുന്നു, കാഴ്ചശക്തി അധികം നല്ലോണം ഉണ്ടായിരുന്നില്ല. അതും ഒരു കണ്ണ് പിന്നെ കംപ്ലീറ്റ് ആയിട്ട് കാണാത്ത അവസ്ഥയാണല്ലോ. സ്വാമിയുടെ അടുത്ത് പറഞ്ഞ് അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചു പോയത്. ആ കുട്ടി എൻ്റെ ഈ കേസ് ഫയൽ കൊടുത്ത് കൈ മാത്രം വിട്ടിട്ടില്ല. ഉടനെ നേഴ്സ് ഈ കുട്ടീനെ കണ്ടതും പറഞ്ഞു, നീ എന്താന്ന് പുട്ടപർത്തിയിലെ സത്യസായി ബാബയെ പോലെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ നോക്കുക ഈ കുട്ടീനെ, കുട്ടി നോക്കി എന്തൊരു ഹൈറ്റ്, ഹെയർ നോക്കിയിട്ടുണ്ടെങ്കിൽ ലോങ് ഹെയറും. അപ്പൊ എന്ത് കണ്ടിട്ട് ഈ സത്യസായി ബാബ, അപ്പോഴാണ് എന്റെ കൈ പിടിച്ചത് ഞാൻ നോക്കണത്. ഞാൻ പറഞ്ഞല്ലോ സ്വാമിയോട് എൻ്റെ കൂടെ എങ്ങനെയും വന്നേ പറ്റൂന്ന്. അപ്പൊ ആ പേര് പ്രത്യേകിച്ച് പറഞ്ഞു, പുട്ടപർത്തി സത്യസായി ബാബ എന്ന്. വീണ്ടും ആ നേഴ്സ് ഒന്നും കൂടെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞു, നിന്റെ മുടിയും മുഖവും കാണുമ്പോ ഇന്ന് സത്യസായി ബാബയെ പോലെ ഇരിക്കണമെന്ന്. ആ കൈ എന്നെ പിടിച്ചു കൊണ്ടുപോയത് ഭഗവാനാണെന്ന് എനിക്ക് അവിടെ തീർച്ചയായി. സർജറി കഴിഞ്ഞു, സക്സസ് ആയി. കോംപ്ലിക്കേഷനുള്ള സർജറി ആയിരുന്നു, പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല. എൻ്റെ കാഴ്ച കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു കിട്ടി. ഇന്നും ഈ സംഭവം പറഞ്ഞ വിശ്വസിക്കാത്തവരുണ്ട്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കേസ് നിന്ന് ഞാൻ റിക്കവർ ആയി വന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാത്തവരുണ്ട്. പക്ഷെ ഭഗവാൻ മുന്നത്തേക്കാളും കൂടുതൽ കാഴ്ചശക്തി തന്ന് എന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ തന്നെ സ്വാമിയുടെ ഫോൺ കോളും ഞങ്ങൾക്ക് ഒരിക്കൽ വരെയുണ്ടായി. അത് ഹസ്ബൻഡിന്റെ ഫോണിലേക്കാണ് വന്നത്. ഒരു വീട്ടില് ചെന്ന് അവരെ മീറ്റ് ആവാൻ പറഞ്ഞു. എന്ത് പറഞ്ഞു പോവും ആ വീട്ടിലേക്ക്, അതൊരു വിഷമം. പക്ഷെ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു. അവരുടെ വീട്ടില് സ്വാമിയുടെ മിറക്കിൾസ് ഒരുപാട് നടക്കുന്ന, ലൈവായിട്ടും കൂടെ സ്വാമിയുടെ പ്രസൻസ് നമുക്ക് കാണാം അവരുടെ വീട്ടില്. അപ്പൊ ഗൃഹപ്രവേശത്തിന് അവരുടെ വീട്ടിലേക്കുള്ള ഫോട്ടോ ഞങ്ങളെ കൊണ്ടാണ് സ്വാമി കൊണ്ടുവച്ചത് പുട്ടപർത്തിന്ന്. അപ്പൊ ഞങ്ങൾക്ക് സംശയം, അന്ന് ഈ വാട്സാപ്പോ അല്ലെങ്കിൽ ഫോട്ടോ കാണിക്കാനുള്ള സംവിധാനം അത്രയും പ്രചരിച്ചിട്ടില്ല. അപ്പൊ ഫോൺ കോൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഏത് ഫോട്ടോ, ഈ ഫോട്ടോ ഇനി അവർക്ക് ഇഷ്ടാവില്ല എന്നുള്ള ഒരു സംശയത്തിലൊക്കെ ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞു, നിങ്ങൾക്ക് ഏത് ഫോട്ടോ കിട്ടിയോ അത് പിടിച്ചു കൊണ്ടുവന്നതാൻ പറഞ്ഞു. ആ ഫോട്ടോ കൊണ്ടുപോയി കൊടുത്തു അവരുടെ വീട്ടില്. ഗൃഹപ്രവേശത്തിന്റെ അന്ന് ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോ ഞങ്ങളെ വല്ല VVIP പോലെയാണ് സ്വീകരിച്ചത്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൊടുത്ത ഫോട്ടോ ഒന്ന് വിഭൂതി വന്ന് ഗണപതിയുടെ രൂപത്തിലാണ് ആ ഫോട്ടോ ഇരുന്നത്. മാത്രല്ല ഞാൻ അതല്ല ശ്രദ്ധിച്ചത്, വേറൊരു കാര്യമായിരുന്നു. സ്വാമിയുടെ ഫോട്ടോയില് ചന്ദനം കൊണ്ട് കുറി തൊട്ടേക്കണം. സാധാരണ ഇവിടെ കുങ്കുമം പിന്നെ കളഭം കൂടിയിട്ട് ഒരു റൗണ്ട് ഷേപ്പിലാണ് കുറി തൊടുക, പൊട്ടുപോലെ വെക്കുക. എന്നത് പോയിട്ട് അത് ഒരു കുറിയാണ് തൊട്ടിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഹസ്ബൻഡിനോട്, ഒന്ന് ചോദിക്കും അത് ആ കുറി എങ്ങനെയാ വന്നതെന്നൊന്ന് ചോദിക്കും, ഇവര് തൊട്ട പോലെ എനിക്ക് തോന്നണില്ല, എനിക്ക് ഭാഷ അധികം അറിയാത്തതുകൊണ്ട്. മൂപ്പര് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇല്ല, അത് സ്വാമി സ്വയം തൊട്ടിരിക്കണതാണ്,
അപ്പൊ നിങ്ങൾ മലയാളീസ് ഫോട്ടോ കൊണ്ടുവന്ന് തന്നതിന് സ്വാമി കാണിച്ചിട്ടുള്ള ഒരു നിദർശനമാണ് ഈ കുറി തൊട്ടിരിക്കണത്. നിങ്ങൾക്ക് അത് അറിയാൻ വേണ്ടിയിട്ട് കാണിച്ചു തന്നതാണെന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ഒരു അനുഭവം അവരായിട്ടുള്ളത് കൊണ്ട് ധൈര്യത്തോടു കൂടെ അവരുടെ വീട്ടിലേക്ക് പോയി. ഈ കോൾ വന്നതിന് ശേഷം അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു, നിങ്ങളെ പോലെ 5 പേർക്ക് സ്വാമി കോൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ 5ാമത്തെ ആളാണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് എന്താന്ന് അറിയില്ല. പക്ഷെ അവരുടെ വീട്ടിൽ ചെന്നപ്പം ഒരു കൂമ്പാരം പോലെ ഒരു എന്താ പറയാ, ചന്ദനത്തിന്റെ പൗഡർ പോലെ ഒരു കൂമ്പാരം പോലെ, മണൽ കൂട്ടിയിട്ട പോലെ ഉണ്ട്. അതില് പല സാധനങ്ങളുണ്ട്, വിഗ്രഹങ്ങളുണ്ട്, വേറെ എന്തൊക്കെയുണ്ട്. അപ്പൊ അവര് പറഞ്ഞു, ഇത് കോരി എടുക്കുമ്പോ നിങ്ങൾക്ക് എന്ത് വരണോ അതും കൊണ്ട് നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു. അതാണ് സ്വാമി പറഞ്ഞത് അത്ര. അപ്പൊ ഓൾറെഡി പറഞ്ഞു ഇന്ന ആൾക്കാരാ വരുമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. 5 ആള് വരും. അവര് സിറ്റിയിലുള്ളവരാണ്, അവരെ അറിയ പോലും ഇല്ല. ഒന്ന് ഞങ്ങള് അങ്ങനെ ഒരു പിടി എടുത്ത് ഈ കവറിലിട്ടു തന്നു. അതില് സ്വാമിയുടെ ഫോട്ടോ, ഈ മെഡിസിനൽ പൗഡർ പോലെ ഒരു ഇതാണ് ഉണ്ടായിരുന്നത്. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. പിന്നെ ഒരു നാണയം ഇത് തന്ന് ഞങ്ങളെ വിട്ടു. അതും കൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ഭഗവാന്റെ അനുഗ്രഹം അത്ര അടുത്താണ് ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ബ്രെയിൻ സൈനസ് ത്രോംബോസിസ് വന്നപ്പോഴും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അതൊന്ന് ഞാൻ റിക്കവർ ആയി വന്നു. എന്നെ നോക്കിയത് ഒരു സായി ഡിവോട്ടി ഡോക്ടറാണ്. ശരിക്കും ഒരു 2ാം ജന്മം തന്നെ പറയാം. എന്നെ തിരിച്ചു കൊണ്ടുവന്നു. ഇന്നത്തെ ഈ ജീവിതം തന്നത് ഭഗവാന്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് എനിക്കിത് തിരിച്ചു കിട്ടിയത്. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിനെയും എല്ലാവരെയും ഭഗവാന്റെ സ്നേഹം തന്ന് ഭഗവാനിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിച്ചു കൊണ്ടുവന്നു. ഇന്ന് ഈ ഇങ്ങനെ ഒരു അവസരം തന്നതിന്, ഈ യജ്ഞത്തിലെ ഒരു ഭാഗമാക്കിയതിന് ഭഗവാനോട് അനന്തകോടി പ്രണാമം. അതുപോലെ ഈ അവസരം തന്നതിന് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും എൻ്റെ സായിരാം, ജയ് സായിരാം. സ്വാമിയുടെ അനുഗ്രഹം എന്നും എപ്പോഴും എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സായിരാം. സായിരാം കൽപ്പന, നല്ല അനുഭവം. പ്രസന്റേഷൻ. దేహము అనిత్యమే, నీటి బుడగే, అశాశ్వతమే, మలినమే. కానీ ఇందులోపలనే ఒక రత్నము, ఒక దివ్యము, ఒక భవిత్వము, ఈ యొక్క దివ్యత్వమైనటువంటి ఆత్మతత్వము ఉంటుండాలి. Physical body is weak, it is a water bubble, it is impermanent, no doubt. దాని నిమిత్తమై మనం ఈ దేహాన్ని మనం కాపాడుకోవాలి. But we have to take care of this body for the sake of permanent Atma which resides in ఇనుప this body. పెట్టికి ఒక వెలవ ఉంటుండదు. There may not be much value for కానీ an iron వెలలేని safe. ఇనుప పెట్టె లోపల చాలా విలువైనటువంటి నగలు పెట్టాము. Most precious jewelry is kept in ఆ valuable నగల iron నిమిత్తమై safe. ఇనుప పెట్టెను మనం కాపాడుకోవాలి. We have to take care of this iron safe for the sake of the jewelry which it contains. అందులో ఏమాత్రము విలువైన నగలే లేకపోతే ఇనుప పెట్టెను మనం కాపాడనక్కర్లేదు. If there is no jewelry in the iron safe, no need for taking care of the కనుక iron ఇది safe. ఇనుప పెట్టె వంటిది. Body is something like an iron safe. ఇందులో ఒక భద్రమైనటువంటి యొక్క ఆత్మ ఉంటుండాలి. There is Atma which is so దాని strong. నిమిత్తమై ఈ దేహాన్ని మనం కాపాడుకోవాలి. For the sake of Atma, we have to take care of the అంతేకాని body. జీవితం కోసం మనం భుజించాలి, కానీ ఆహారం కోసం జీవించరాదు. We have to partake food for the sake of life. We should not live for food. ఈనాడు చాలా మంది కేవలము ఆహార నిమిత్తమే జీవించినట్టుగా భావిస్తున్నారు. Many people think as if they are living for eating. మనకు నిజముగా ఆత్మభావమే, ఆత్మవిశ్వాసమే ఉంటుంటే ఆహారం మన దగ్గరికి నడుచుకొని వస్తుంది. If we have faith in Atma, food walks itself up to you. అన్నం కోసం మనం వెతుకులకి అక్కర్లేదు. We need not search and work for food. అందుకోసమనే వేదాంతమునందు భాగవతమునందు కూడాను ఆత్మ కోసం వెతికేటువంటి వాడు గోపి, అన్నం కోసం వెతికేటువంటి వాడు పాపి అన్నారు. That is why in Bhagavata it is said, one who seeks Atma is Gopi. One who seeks food is a papi. ఆత్మాన్వేషణకై మనం వచ్చి అన్నాన్వేషణ జరుపుతున్నాము. We have come here for inquiring into Atma, but we are inquiring into food alone. ఆత్మానుగ్రహం ఉంటే అన్నాన్వేషణ జరపనక్కర్లేదు. If you only inquire after Atma, you need not search for food at all. పుట్టించిన వాడు పెట్టలేకపోతాడా?
the one who has given birth to you, will he not ఈ take care of you? విశ్వాసాన్ని మనం బలపరుచుకోవాలి. We should develop firm faith in this kind of thinking. സൈരാം കൽപ്പന ഭജന. सायराम। भोलानाथ हरे जगदीशा, भोलानाथ हरे जगदीशा, शैलेश्वर हर उमा महेशा, शैलेश्वर हर उमा महेशा, भोलानाथ हरे जगदीशा, भव भयहारी हे त्रिपुरारी, भव भयहारी हे त्रिपुरारी, शिव गंगाधर साई मुरारी, शिव गंगाधर साई मुरारी, भोलानाथ 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 भोलानाथ, साईनाथ 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 साईनाथ, भोलानाथ हरे जगदीशा, शैलेश्वर हर उमा महेशा, भोलानाथ हरे जगदीशा, भव भयहारी हे त्रिपुरारी, शिव गंगाधर साई मुरारी, भोलानाथ 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 भोलानाथ, साईनाथ 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 साईनाथ, भोलानाथ हरे जगदीशा. സൈറാം കൽപ്പന, താങ്ക് യു സോ മച്ച്. വളരെ നല്ല അനുഭവങ്ങളും നല്ല പതിനി. സൈറാം, താങ്ക് യു സോ മച്ച്. സായി ഉപമ, നിരന്തരമായ നാമസ്മരണയും ധ്യാനവും കൊണ്ട് നിങ്ങൾക്ക് ഈശ്വരനെ പ്രത്യക്ഷപ്പെടുത്തുവാൻ കഴിയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാമവും രൂപവും ഈശ്വരൻ സ്വീകരിക്കുന്നു. വാസ്തവത്തിൽ നിങ്ങളാണ് ഈശ്വരന് രൂപം നൽകുന്നത്. അതുകൊണ്ട് നാമവും രൂപവും മാറ്റാതെ ഇരിക്കുക. ഒരേ രൂപത്തിലും ഒരേ നാമത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. താമസമോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവുകയാണെങ്കിലും അതിനെപ്പറ്റി വിഷമിക്കാതിരിക്കുക. ഏറെ നേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കില്ല എന്ന് കരുതി വിഷമിക്കണ്ട. നിങ്ങൾ ഒരു സൈക്കിൾ ചവിട്ടാൻ പഠിക്കുമ്പോൾ ആദ്യമൊക്കെ ബാലൻസ് കിട്ടുകയില്ല. ഒരു മൈതാനത്തിൽ അത് ഉന്തിയും തള്ളിയും ചാടിയും പലതവണ വീണും പരിശീലിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് സൈക്കിൾ നന്നായി ചവിട്ടുവാൻ സാമർഥ്യമുണ്ടാകുന്നത്. ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്വയം എവിടെ വേണമെങ്കിലും പോകാനുള്ള പ്രാപ്തി ഉണ്ടാകുന്നു. അതുപോലെയാണ് നിരന്തരമായ ഈശ്വര സ്മരണയും ധ്യാനവും കൊണ്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാലും നിങ്ങൾക്ക് ഈശ്വര പ്രാപ്തി നേടുവാനാകും. ജയ സായിരാം. സൈരാം ശാന്തി മന്ത്രം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ് സായിരാം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സായിരാം. 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 സായിരാം.